സുപ്രീം കോടതി പല വിധിന്യായങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ സ്റ്റെർലിംഗ് വിറ്റ്നസ് അല്ലെങ്കിൽ പരാതിക്കാരി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിന്റ്, മാർച്ച് മാസത്തിൽ പെൺകുട്ടിയുമായി ചേർന്ന് പിൽസ് മുഖ്യം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത്. പിൽസ് മുഖ്യം എന്ന് പറഞ്ഞ് രാഹുൽ പറഞ്ഞു വേണ്ട നമുക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് 3 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ നമ്മുടെ നാട്ടിൽ റേപ്പ് എന്നാണോ വിളിക്കുന്നത്? എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. 3, കോൺഗ്രസ്സുകാരെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അവർ ഉമ്മൻചാണ്ടി സാറിനെ പോലും ഡിഫെൻഡ് ചെയ്തില്ല. അവർക്ക് പലർക്കും ഇപ്പോഴും സരിത അതിജീവിതയും രാഹുൽ ഈശ്വർ പറഞ്ഞു പോലെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ 4 മാസമല്ല ആ വിവാഹം നിലനിന്നുള്ളൂ, 4 ദിവസമല്ല നിന്നുള്ളൂ എന്നുള്ള വാദം മുഖവിലേക്ക് എടുത്താൽ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയോ? ശ്രീ അജിൻസ്, രാഹുൽ ഈശ്വർ ഒരുപാട് കാലമായി മാധ്യമങ്ങളിൽ നിൽക്കുന്ന അഡ്വക്കേറ്റായ രഞ്ജിത്ത് മാരാർ സാറിന്റെ ഒക്കെ 100 അനുഭവമേ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ വളരെ മെഷർ ചെയ്തേ കാര്യങ്ങൾ സംസാരിക്കും. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ ബർത്ത്ഡേയുടെ ഊണ് പോലും മാറ്റി വെച്ച് ഫുൾ ടൈം ഇരുന്നാണ് ഞാൻ ഈ ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കാരും കാശ് തന്നിട്ടല്ല. ഈ നാട്ടിൽ സത്യം നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശമാണ്. ഈ നാട്ടിൽ നീതിയും ന്യായവും സത്യവും നിലനിൽക്കണമെന്ന ഉദ്ദേശമാണ്. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഞാൻ എവിടെയെങ്കിലും റിവീൽ ചെയ്തോ? ശ്രീ അജിംസ് പറയൂ, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ എന്തെങ്കിലും ഒരു കാര്യം. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന പാർട്ടിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ കോട്ട് ചെയ്താണ് പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ എന്ത് ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്തു? എനിക്ക് റിവീൽ ചെയ്യണമെങ്കിൽ മിനിഞ്ഞാന്നിന് മുമ്പ് റിവീൽ ചെയ്തുകൂടായിരുന്നോ? ഈ കുട്ടി പരാതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതിജീവിതയും ഇരയും ഒന്നും ആയിട്ടും അല്ലെങ്കിൽ പരാതിക്കാരി പോലും ആയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ, ഇവർ ഭർത്താവിനോടൊപ്പിക്കുന്ന ഫോട്ടോ, ഈ കുട്ടിയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് വെളിവിടാത്തത്? ആ പയ്യൻ ഇതുവരെ അനുമതി തന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ.